ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈറ്റ് മോഷനിലെ ഓക്സിലൈറ്റ് ഷേക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഷേക്ക് എഫക്റ്റിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യം പ്രിവ്യൂ കണ്ടോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ആ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ലൈറ്റ് മോഷൻ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോയുടെ സീം ബാക്ക് കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഞാനപ്പോൾ എൻ്റെ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ബീറ്റിനനുസരിച്ച് കട്ട്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രാൻസിഷനും കൂടെ ആഡ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കൊക്കെ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് എനേബിൾ ചെയ്യാനൊക്കെ എനേബിൾ ചെയ്തിട്ട് ജസ്റ്റ് ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ഓക്സിലേറ്റ് ഷേക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. സോ ഓക്സിലേറ്റ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കിയിട്ട് അതിൻ്റെ ആംഗിളിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ നമുക്ക് 16 ആക്കി കൊടുക്കുക. സോ 16 ആക്കിയിട്ട് നമുക്കൊരു കീ ഫ്രെയിം ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. സോ ഒരു കീ ഫ്രെയിം ആഡ് ആക്കി ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് നീക്കിയിട്ട് ഒരു കീ ഫ്രെയിമിൻ്റെ വാല്യൂ 166 ആക്കി കൊടുക്കുക. സോ 166 ആക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് വേറൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഒരു 65 ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫ്രീക്വൻസി ആണ്. സോ ഫ്രീക്വൻസി വാല്യൂ നമുക്ക് ഒരു 5 ആക്കി കൊടുക്കാം. 5.56 ആക്കി കൊടുക്കാം. സോ 5.56 ആക്കിയിട്ട് നെക്സ്റ്റത്തെ മാഗ്നിറ്റ്യൂഡിൻ്റെ അവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അത് 0 ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോകാം. സോ ഫസ്റ്റ് തന്നെ 0 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിലായിട്ട് കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് ഒരു 300 ആക്കി കൊടുക്കുക. സോ ഒരു 300 അബോവ് ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കി കൊടുക്കുക. സോ ഒരു ഗ്രാഫ് കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള എഫക്റ്റാണ് മോഷൻ ബ്ലർ. സോ ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് മോഷൻ ബ്ലർ കൂടെ ആഡ് ആക്കി കൊടുക്കാം. സോ നമുക്ക് ലാസ്റ്റായിട്ട് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ആക്കി കൊടുക്കാം. സോ എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് എന്നിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ ഫസ്റ്റിൻ്റെ ഒരു കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോകാം. ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 15 ഒക്കെ ആക്കി കൊടുക്കാം. സോ ഒരു 15 14 ആക്കിയിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. സോ ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് ഗാമ നമുക്കൊരു ഫസ്റ്റ് തന്നെ കീ ഫ്രെയിം ആഡ് ആക്കിയിട്ട് എൻഡിലേക്ക് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്കൊരു 1.135 ആക്കി കൊടുക്കാം. 1.135 ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. സോ ഈ ഒരു എക്സ്പോഷർ നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ കട്ട്സ് അനുസരിച്ച് സെറ്റാക്കി കൊടുക്കാം. സോ ഗ്രാഫായാലും കാര്യങ്ങളായാലും നമ്മുടെ കട്ട്സിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എഫക്റ്റൊക്കെ കോപ്പി ചെയ്ത് അപ്പുറത്തെ കട്ട്സിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓക്സിലേറ്റിൻ്റെ വാല്യൂ കുറച്ച് കൂടി കളറാണ്. സോ അത് നിങ്ങളുടെ കട്ടിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ഒക്കെ കുറച്ചും കൂട്ടിയും അഡ്ജസ്റ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.